തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന കുപ്പുസ്വാമി അണ്ണാമലൈ ഭാരതീയ ജനതാ പാർട്ടി ഇന്നലെ ഔദ്യോഗികമായിട്ടാണ് വിട്ടത്. അദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒരു കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. വി ദ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ടാണ് അണ്ണാമലൈ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അണ്ണാമലൈ BJP വിട്ട ശേഷം വി ദ ലീഡേഴ്സിന് വൻ പിന്തുണയാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 8 മണിക്കൂർ കൊണ്ട് 8 ലക്ഷത്തിലധികം ആളുകൾ അണ്ണാമലൈയുടെ പിന്തുണക്കാരായി ഫോളോവേഴ്സായി ഓൺലൈനിലൂടെ എത്തി എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് ഒരു പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയാണ്. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വലിയ പിന്തുണ കിട്ടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അണ്ണാമലയ്ക്കൊപ്പം 8 ലക്ഷത്തിലധികം പേർ ഇപ്പോൾ തന്നെ ചേർന്നു. ഇവരിൽ പലരും BJP വിട്ടാണ് വി ദ ലീഡേഴ്സ് എന്ന അണ്ണാമലയുടെ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം കോയമ്പത്തൂരാണ്. അത് നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ അണ്ണാ ഹസാരെയുടെ പ്രസ്ഥാനങ്ങൾ ആം ആദ്മി, മേ ഹൂം ആം ആദ്മി, അത് തുടർന്ന് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും വലിയ ഹിറ്റായി. ഡൽഹിയിൽ ഭരണം നേടി പലകുറി. ഇപ്പോൾ പഞ്ചാബിൽ ഭരിക്കുന്നു. അതുപോലെ ഇത് രാഷ്ട്രീയ മുഖമില്ലാത്ത പ്രസ്ഥാനമാണ് എന്ന് അണ്ണാമലൈ വെളിപ്പെടുത്തുമ്പോഴും ഇത് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്നാണ് പൊതുവെ കാണപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള പിന്തുണയാണ് കുപ്പുസ്വാമി അണ്ണാമലൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJP സംബന്ധിച്ച് തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുന്നു. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ വിജയം, തുടക്കത്തിലെയുള്ള വിജയം വിലയിരുത്തപ്പെടുന്നു. തുടക്കത്തിൽ തന്നെ ലക്ഷക്കണക്കിന് അനുയായികളെ നേടി എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്നലെ BJPയിൽ നിന്ന് രാജിവെച്ച് പുതിയ പ്രസ്ഥാനം ആരംഭിച്ച് വെറും 8 മണിക്കൂറുകൾക്കകം 8 ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകരാണ് സംഘടനയിൽ അംഗങ്ങളായത്. വി ദ ലീഡേഴ്സ് എന്ന ഓൺലൈൻ ലിങ്ക് വഴി ആരംഭിച്ച വോളണ്ടിയർ രജിസ്ട്രേഷന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ 8 ലക്ഷത്തോളം പേർ അണ്ണാമലയ്ക്ക് പിന്തുണയുമായി എത്തിയത് ഒരു ചെറിയ കാര്യമായി കാണാനാവില്ല. 8,68,676 പേർ ഇതിനോടകം തന്നെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിരവധി BJP പ്രവർത്തകരും പാർട്ടി വിട്ട് അണ്ണാമലയ്ക്കൊപ്പം ചേർന്നു. സാധാരണക്കാരന്റെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ രാഷ്ട്രീയ യാത്രയുടെ തുടക്കമായിട്ടാണ് അണ്ണാമലൈ തന്റെ പുതിയ ഈ ഒരു പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നത്. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം സെന്റർ ഫോർ എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമായി വി ദ ലീഡേഴ്സ് പ്രവർത്തിക്കും എന്ന് അണ്ണാമലൈ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 18 മാസമായി അണ്ണാമലൈ BJPയുമായി അഭിപ്രായ ഭിന്നതകൾ തുടരുകയായിരുന്നു. ഇന്ത്യക്കാരനോ തമിഴനോ എന്ന ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്നും അത് പുതിയ വഴിയായെന്നും അണ്ണാമലൈ രാജിക്ക് ശേഷം വ്യക്തമാക്കി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും പാർട്ടി വളർത്താൻ സമയം വേണം എന്നും അദ്ദേഹം പറയുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടാണ് അണ്ണാമലൈയുടെ ഈ നീക്കങ്ങൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇത്തരത്തിൽ ഒരു മാസ് നീക്കമാണ് കുപ്പുസ്വാമി അണ്ണാമലൈ നിമിഷങ്ങൾ കൊണ്ട് നടത്തിയത്. അത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ പുതിയ ഒരു ചുവടുവയ്പായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനിയും ധാരാളം പേർ, ഇനി ദിവസങ്ങൾ എടുക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകും. ഇന്ത്യയൊട്ടാകെ ഈ വി ദ ലീഡേഴ്സ് എന്ന പ്രസ്ഥാനവും കുപ്പുസ്വാമി അണ്ണാമലയും ആഞ്ഞടിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ, പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പുതിയ രാഷ്ട്രീയ കൂടിച്ചേരലുകൾ, പുതിയ നയങ്ങൾ, പുതിയ നടപടികൾ, പുതിയ ജനഹിത നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ ഇപ്പോൾ ഈ യുവ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്തും പാഠവും BJPക്കുണ്ട് എന്ന് മറ്റൊരു കാര്യം.